ഇതുവരെയും അത് ഒരിടത്തും കാണിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു വീഡിയോയിൽ അത് ഞാൻ കാണിച്ചു തരാം. വേറെ ഉടുപ്പിട്ട് കേട്ടാ, വേറെ ഉടുപ്പിട്ട് കേട്ടാ, വേറെ ഉടുപ്പിട്ട് കേട്ടാ പ്ലീസ്. വേറെ ഉടുപ്പിട്ട്. ഇത് ചൂടെടുക്കില്ലേ വാവയ്ക്ക്? ഇടാൻ പറഞ്ഞ ഇടാൻ വയ്യ. ചൂടെടുക്കില്ലേ? ദൂരി തരട്ടാ. നീ ആര്? ജെയിംസ് ബോണ്ടാ കോട്ടക്കെട്ടി? ഓണത്തിന്റെ ഇടയിൽ ചെറുതായിട്ടത് ക്രിസ്മസ് കയറി വന്നത്. വാവേ പൊട്ടിത് അമ്മ 4ാമത്തെ പൊട്ടാണ് വെച്ചിട്ട് വാവേ. വാവയുണ്ടല്ലോ. വാവയ്ക്കുണ്ട്. സൂപ്പർ പൊട്ടുണ്ട്. അടിപൊളി. സൂപ്പർ. തൊട്ട് നോക്കിയൊക്കെ മനസ്സിലായില്ല. സൂപ്പർ. നോക്കട്ടെ അമ്മ. വേണ്ട. ഊരട്ടാ അമ്മ, മാറ്റട്ടാ. ഞാനിന്ന് കുറച്ച് ക്രിസ്മസ് വൈബിലേക്കട്ടെ. വേണ്ട. അതെന്ത് വേണ്ടാത്ത? വേണ്ട. ഞാൻ തുറന്നു പറഞ്ഞു ഭാവിക്ക് ഏത് ഡ്രസ് വേണം. ഉടനെ ഈ ഡ്രസ് മതി, ഇത് മാത്രം മതി. നല്ല സുഖല്ലേ വാവേ? ചൂടെടുക്കും. പക്ഷെ ചൂടുണ്ട്. ഇവൻ AC ഇട്ടാലും ചൂടെടുക്കും. അമ്മയുടെ പൊട്ട് എടുക്കരുത് പ്ലീസ്. ഇത് 4ാമത്തെ പൊട്ടാണ്. ചുമ്മാ എന്റെ പൊട്ട് എടുത്തോണ്ടിരിക്കുന്ന. Hello guys, welcome back to our YouTube channel. Hi. Say hi, Bobby. Hi. Can you say hi? Say hi. How are you? So guys, നമ്മൾ ഏകദേശം 1 മാസമായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോ അതെ, ഫൈനലി നമ്മള് ഇന്ന് വീണ്ടും ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ബാക്ക് ടു ബാക്ക് ഫ്ലൈറ്റ് ആണ്. അപ്പം ഈ ഒരു ഓഫൊക്കെ കിട്ടുമ്പോഴേ, ഇപ്പൊ ഒരു 2 ഓഫൊക്കെയാണ് കിട്ടണമെങ്കിൽ എന്റെ 2 ഓഫ് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ തന്നെ ചെയ്ത് തീർക്കാൻ സമയം. പിന്നെ എവിടെ ഭയങ്കര മലമറിക്കുന്ന പണി ചുമ്മയാണ്. നമുക്ക് അങ്ങോട്ട് എന്താ പറയാ, ലോങ് വീഡിയോ ചെയ്യാനും ഉള്ള ഒരു സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. ഈ വീഡിയോ തന്നെ ആക്ച്വലി ഞങ്ങൾ ഒരു 2-3 ആഴ്ചക്ക് മുന്നേ പ്ലാൻ ചെയ്ത വീഡിയോ ആണത്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഈ വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് ഒരു വ്യാഴാഴ്ചയാണ്. ഇത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയാണ്. ഓ, നാളെ വെള്ളിയല്ലേ? എനിക്ക് രാവിലെ ഫ്ലൈറ്റ് ഉണ്ട്. വേറെ സൂപ്പർ ഡ്രസ് വേറെ ഡ്രസ് ഇട്ടേട്ടാ അമ്മ. സൂപ്പർ ഡ്രസ് ഇട്ടേരാ. ഓക്കെ, ഇത് മാറ്റിയിട്ടേ. വേറെ ഉടുപ്പിട്ടിട്ട് വരട്ടെ ഗൈസ് ഞങ്ങള്. ഓക്കെ ഗൈസ്, റൂമിൽ ചെന്നിട്ട് ഹായ് ഗൈസ്. അപ്പൊ ഞങ്ങൾ വേറെ ഉടുപ്പൊക്കെ ഇട്ട്. കൊല്ലാവോ ചോദിക്ക്. കൊല്ലാം. ഇതാണ് ഇപ്പൊ എന്തിട്ടിട്ട് വന്നാലും നമ്മൾ എടുത്ത് വെക്കും. കൊല്ലാം. എന്റെ പുതിയ ഫ്രെയിം എങ്ങനെയുണ്ട്? ലൈറ്റ് കത്തു. പക്ഷെ TV ഇടണം. പ്ലേ ചെയ്യും. ലോണാക്കാം. ഒരു മിനിറ്റ്, ഞാൻ റിമോട്ട് ലോണാക്കാം. റിമോട്ടൊക്കെ ഉണ്ടാവണം. യെസ്, സ്മാർട്ട് തിങ്. വർക്ക് സ്മാർട്ട്. ബൂം ഷക്കലക്ക. ഇവിടെ ഉള്ള ഏറ്റവും വലിയ ഫ്രെയിം എന്റെ കാറിന്റെ അവിടെ എന്റെ ഫോട്ടോയേ ഇല്ല. നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഇതിനേക്കാൾ ഒരു വലിയ ഫ്രെയിം അവിടെ വയ്ക്കാം. ഇതിലവിടെ ആ ചുമര് ഫുള്ള് ആക്കാം. എന്താ പറയുന്നത് മാവേ? 3 എണ്ണം ഒരുപോലെ വയ്ക്കാം. സോ ഇന്നെന്താണ് ഇന്നത്തെ വീഡിയോ? ഇന്നത്തെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ ഇടയ്ക്ക് ഒരു എന്താ പറയുക, നമ്മുടെ Q&A പോലത്തെ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചൊരു കാര്യം, വാവയുടെ ക്രീംസും വാവയ്ക്ക് എന്താണ് യൂസ് ചെയ്യണേന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വാവയ്ക്ക് എക്സിമ ഉണ്ടായിരുന്നു. എക്സിമ ഇപ്പോഴും ഉണ്ട്. പക്ഷെ കുഞ്ഞിലായിരുന്ന സമയത്ത്, എത്ര മാസമായിരുന്നു ആ സമയത്ത്? അല്ല, ഒരു 7 നാട്ടിൽ പോയി വന്നതിന് ശേഷം 7-ാം മാസത്തിലാണ്. 7-ാം മാസത്തില് നാട്ടിൽ പോയി. ഞങ്ങൾ ഫസ്റ്റ് നാട്ടിൽ പോയി വന്നതിന് ശേഷം എക്സിമ ഭയങ്കര ഫ്ലറപ്പ് ആയിട്ട്, എന്ന് വെച്ചാൽ ദേഹം ഫുള്ളും പൊട്ടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ഒരു സംഭവങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. 3 days അല്ല, 5 days ഉണ്ടായിരുന്നു. ഭയങ്കര. അപ്പം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ,
ഇവിടെ ജനിക്കണ മിക്ക കുട്ടികളും അവർക്ക് എന്താ പറയാ ഡ്രൈ സ്കിൻ ആണ് കൂടുതൽ. അതൊന്നുമില്ല വാവ, അത് അവിടെ ഇരിക്കട്ടെ പ്ലീസ് വാവ, അവിടെ ഇരിക്കട്ടെ കണ്ണാ. ഇതാണ് ഗൈസ്, ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം എല്ലാം തലേന്ന് വലിച്ചൂരി എടുക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഒരു ദിവസം അപ്പോഴും വേറൊരു ബേബി സിറ്റിങ്ങിലാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ആൻറ്റി വിളിച്ചായിരുന്നു അല്ലേ, പിന്നെ ഉച്ചയായപ്പോൾ വിളിച്ചിട്ട് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പനിയുണ്ട്. ആ സമയത്ത് പനിയുണ്ട്, കാലൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങി. കാല് പൊട്ടി തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ദേഹം ഫുള്ള് പൊട്ടാൻ തുടങ്ങി. ദേഹം ഫുള്ള് പൊട്ടി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, പേടിയായി. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി. ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു പിള്ളേർക്ക് നാട്ടിൽ ആ സമയത്ത് തക്കാളി പനി എല്ലാവർക്കും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ നാട്ടിൽ പോയി ആരുടെ ഇനി എവിടെന്നെങ്കിലും ഈ തക്കാളി പനി കിട്ടിയതാണോ എന്നുള്ളായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ട്രിവാൻഡ്രത്തല്ല കൊച്ചി പോയിട്ട് കൊച്ചി പോയി വന്ന സമയത്ത് പക്ഷെ ഞങ്ങൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറോട് ഇല്ല, ഇത് എക്സിമ ഇത് ഫ്ലറപ്പ് ആയതാണ് എന്നുള്ളത് പറഞ്ഞു. നമുക്കൊരു തൽക്കാലത്തേക്ക് ഒരു ക്രീം തന്നു. ആ ക്രീമൊക്കെ ഇട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, എക്സിമ വരുമ്പോഴത്തേനും നമ്മൾ ഫുഡിൻ്റെ കുറേ സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതായത് സിട്രസ് ആയിട്ടുള്ള സാധനങ്ങൾ മൊത്തം മാറ്റണം. ഓറഞ്ച്, നാരങ്ങ, പൈനാപ്പിൾ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ നിർത്തണം. പിന്നെ എന്താ നമ്മൾ നിർത്തി? മുട്ട നിർത്തിയല്ലേ, മുട്ട കൊടുക്കുന്ന നിർത്തി, നട്ട്സ് കൊടുക്കുന്ന നിർത്തി, അങ്ങനെ കുറേ ഇത് നമ്മൾ കൊടുക്കുന്ന നിർത്തി. ഇപ്പം ഇതിൻ്റെ ഇടയിൽ വാവയ്ക്ക് ആ വന്നതിൻ്റെ പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാവേ. ഞങ്ങൾ ഇതുവരെയും അത് ഒരിടത്തും കാണിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു വീഡിയോയിൽ അത് ഞാൻ കാണിച്ചു തരാം. അത് ഒരാഴ്ച ഒരു 3 ദിവസം ഭയങ്കരമായിട്ട് വന്നു. ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിപ്പോൾ ഒരു 2 ദിവസത്തേക്ക് ഉള്ളിൽ നിന്ന് എല്ലാം ഇനി പുറത്ത് വരും. അപ്പോൾ നോക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫുള്ള് ദേഹം അങ്ങ് പൊട്ടി. എൻ്റെ കുഞ്ഞിന് ഡയപ്പർ ഇടാൻ പറ്റത്തില്ലായിരുന്നു, ഡ്രസ്സ് ഇടാനേ പറ്റത്തില്ലായിരുന്നു, ഡയപ്പർ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെയൊക്കെ ഫുള്ളായി, ദേഹം ഫുള്ള് പൊട്ടി ഇങ്ങനെ ബ്ലഡ് വരുന്ന രീതിയിൽ ആയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോഴേ എൻ്റെ കയ്യും കാലും നിറയ്ക്കും. അന്ന് എന്തോ ഭാഗ്യത്തിന് ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്ന് എൻ്റെ ഇയർ ബ്ലോക്കായി. അങ്ങനെ എനിക്ക് സിക്ക് ലീവ് ഒരു 5 ദിവസം ഉണ്ടായിരുന്നു. ആ സിക്ക് ലീവ് ഫുള്ളും ബാബയുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ബാബനെ നോക്കി ഇങ്ങനെ ഇരുന്ന് കരയുകയായിരുന്നു. ഒരിടത്തും പോയില്ല, ഭയങ്കര ഇതായിട്ട്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ആണ് അത് ഉണങ്ങി വന്നത്. ഇത് വന്നതിന് ശേഷം പിന്നെ ഈ സ്കിന്ന് ഡ്രൈ ആയി, നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഞങ്ങൾ ഒട്ടുമിക്ക എല്ലാ ക്രീംസും യൂസ് ചെയ്തു. അപ്പം ഞാനത് അന്ന് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, ചേച്ചി സെറ്റാഫിൽ യൂസ് ചെയ്ത് നോക്കുക, അത് അപ്പം ഞാൻ ആക്ച്വലി ഈ പറയണ എല്ലാ ക്രീംസും യൂസ് ചെയ്ത് നോക്കി. ഡോക്ടർ വാവേനോ വായിന്നെടുക്ക കണ്ണം, ഡേഞ്ചറാണേ, വായിലിടരുത്, നോ ഡേഞ്ചറാണേ. അപ്പം ഞങ്ങൾ ഒരുവിധമുള്ള എല്ലാ ക്രീംസും യൂസ് ചെയ്ത് നോക്കി. ഡോക്ടർ കുറേ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. QV ക്രീം ഈവൻ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യണ ആണ് QV ക്രീം. പക്ഷെ വാവയ്ക്ക് ഞങ്ങൾ QV ക്രീം തേച്ചപ്പോൾ അവിടെ വീണ്ടും ഭയങ്കരമായിട്ട് ചുമന്ന് ഭയങ്കര ഇതായി പോയായിരുന്നു. പക്ഷെ ഈ എക്സിമ ഫ്ലറപ്പ് ആവുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചുമന്ന് അല്ലെങ്കിൽ പൊട്ടി വരുമ്പോൾ എലിക്ക എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്. ഇതാണ് എലിക്ക എം എന്നാണ് ഈ ക്രീമിൻ്റെ. അപ്പം ഇത് ഒത്തിരി ഇങ്ങനെ ഇടല്ല, ആ വരണ സ്ഥലത്ത് മാത്രം ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ അത് ഉണങ്ങി വരും. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയോ, വാവയുടെ ദേഹം ഫുള്ള് പാടായി. ഇറ്റ്സ് ലൈക്ക് കറുത്ത പാടും. ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ ഫുള്ള് വെള്ള കളറിൽ പാടായി, കാലൊക്കെ എല്ലാം കറുത്ത പാടായി. അപ്പോൾ വീണ്ടും ഇതിനെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. വീണ്ടും ഞങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കി, ഒന്നും വർക്കായില്ല. പിന്നെ എൻ്റെ അമ്മയും പറഞ്ഞായിരുന്നു ഈ ക്യാരറ്റൊക്കെ ഇട്ട് തിളപ്പിച്ച എണ്ണ നല്ലതാണ്. പിന്നെ എൻ്റെ അടുത്ത് വേറെയും ബേബി സിറ്റിങ്ങിൽ ആൻറ്റി അന്ന് നോക്കിയിരുന്ന ആ ആൻറ്റി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എണ്ണയിൽ ക്യാരറ്റും മഞ്ഞളും കൂടി ഒന്ന് തിളപ്പിച്ച് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ട്രൈ ചെയ്തതാണ്. സോ അത് വർക്കൗട്ടായി. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എണ്ണ ഉണ്ടാക്കാം നമുക്ക്. അവിടെ എണ്ണ ഉണ്ടാക്കാം. വെയിറ്റ് അപ്പം
ഇത് വാവയ്ക്ക് ഇതിന് മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്, അത് തീർന്നു. ഇത് ആക്ച്വലി അരിച്ചെടുക്കേണ്ടതാണ്, പക്ഷെ ഞാൻ അന്ന് പിന്നെ അരിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് വെച്ചു. അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടത്? ഇത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നമുക്ക് ഇതിൽ ഉരുക്കെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന എണ്ണ ആണെങ്കിലും ഓക്കെയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ ഇതിന് പ്രത്യേകിച്ച് കണ്ടെയ്നേഴ്സ് ഒന്നും വെക്കത്തില്ല. ഈ എടുക്കണ കണ്ടെയ്നറിൽ തന്നെ ഞാൻ ഇത് വീണ്ടും എണ്ണ ആക്കിയിട്ട്, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റും. അത് ഈ ഇത്ര എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇത്ര എടുത്തത് കേട്ടോ. ഇത് ഇച്ചിരിയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് പച്ചമഞ്ഞളും. നല്ല അതിന്റെ തൊലി കളഞ്ഞ് ഞാൻ എടുത്തതാണ്. എന്റെ കയ്യിൽ മഞ്ഞൾ. അയ്യോ, അത് മഞ്ഞൾ അവിടെ വെച്ചോ. എണ്ണ ഉണ്ടാക്കാനാണ് എണ്ണ. അപ്പൊ ഈ പച്ചമഞ്ഞളും ക്യാരറ്റും ആണ്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. സോ ഗായ്സ്, ഈ ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തതാണ്. എത്ര മണിക്ക്? 10 മണിക്ക്. പിന്നെ ഇവിടെ 10 മണിക്ക് എന്ന് പറഞ്ഞാൽ അത് 4 മണിയാവും. ഇന്ന് ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയതുമില്ല. എന്നിട്ടും 1 മണിയായി നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക്. ഇന്നലെ ഉണ്ടാക്കിയ എല്ലാം ഇരിപ്പുണ്ട്. ചോറ്, ബീഫ്, ബീട്രൂട്ട്, ഒഴിച്ചേറി. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ. പക്ഷെ ഇന്ന് ഞങ്ങൾ ഫുഡ് കൂടെ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന വൈകി രാത്രി ആയാലും എല്ലാ ദിവസവും വീഡിയോ എടുക്കാന്ന് പറയും. എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും മൂലയ്ക്ക് ഇരിക്കും എല്ലാവരും കൂടി. കൂടുതലും എനിക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ എനിക്ക് മടിയാവും. എന്താ പിടിക്കാൻ അച്ഛ തരാം. അവിടെ ഇരിക്കും. സെറ്റ് ഗുഡ് ഗേൾ. ഈ ഒരു സാധനത്തെ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം കിടന്ന് ബഹളം ഉണ്ടാക്കി. എന്താ അങ്ങനെ ഓറഞ്ച് നമ്മൾ എപ്പോഴും കൊടുക്കാറില്ല കേട്ടോ വാവയ്ക്ക്. ഇപ്പോഴും ഓറഞ്ച് ആക്ച്വലി ഇപ്പോഴാണ് നമ്മൾ വീണ്ടും പതുക്കെ ഈ ഓരോ സാധനങ്ങൾ കൊടുത്തു തുടങ്ങിയത് ഇപ്പോഴാണ്. കാരണം ഫുള്ളി വാവ എന്നുവെച്ചാൽ എക്സിന് എനിക്ക് തോന്നുന്നില്ല മൊത്തത്തില് ഉള്ളവരുടെ ബോഡിയിൽ നിന്ന് പോവും എന്ന് എനിക്ക് അറിയത്തില്ല. പോവില്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഈ ചൂട് സമയമൊക്കെ ആകുമ്പോ വരും. ഇപ്പൊ ഇവിടെ ചൂടായപ്പോഴത്തേക്കും ചെറുതായിട്ട് വരുന്നുണ്ട് അവിടെയൊക്കെ. നാട്ടിൽ പോയാലും വരും. നാട്ടില് ചെന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടില് ചെല്ലാത്ത താമസം. വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറ്റുമ്പോഴത്തേനും ദേഹം അവിടെ ചുമന്നിരിക്കണം കാണാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാ എനിക്ക് എല്ലാരോടും പറയാനുള്ളത്, ഞാനിത് ഇത്രയും നാളും പറയാത്തത് എന്തെന്നറിയാവോ? ഓരോ കുട്ടികളുടെ ബോഡിയും ഡിഫറെന്റ് ആണ്. ഓരോ കുട്ടികളുടെ സ്കിന്ന് ഡിഫറെന്റ് ആണ്. ഇതിപ്പോ വാവയ്ക്ക് ഇത് വർക്കായി, ബാക്കി എല്ലാ കുട്ടികൾക്കും ഇത് വർക്കാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ ഇത് ട്രൈ ചെയ്യണമെന്നുള്ളവര് ഇതില്, കാരണം വേറെ ഒന്നും വേറെ എന്താ പറയാ, നമുക്ക് ബോഡിക്ക് അല്ലെങ്കിൽ ശരീരത്തിന് ഹാർംഫുൾ ആയിട്ടുള്ള ഒന്നും ഇതിലില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്നാലും നിങ്ങളിത് ട്രൈ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഇത് ഉണ്ടാക്കി ആദ്യം ഇപ്പൊ കാലിലോ എവിടെയെങ്കിലും ആണെങ്കിൽ ചെറിയൊരു പാർട്ടിൽ മാത്രം ഫസ്റ്റ് ട്രൈ ചെയ്യണം. ഒരാഴ്ചയൊക്കെ ഇപ്പൊ കാലിൽ മാത്രമാണെങ്കിൽ കാലിൽ മാത്രം ഒരു ഭാഗത്ത് മാത്രം കുറച്ച് ട്രൈ ചെയ്ത് അവിടെ ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ദേഹം ഫുള്ള് തേക്കാവുള്ളൂ. കാരണം കൊച്ചുകുട്ടികളാണ്. അപ്പം ഏതൊരു കാര്യമാണെങ്കിലും എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യം, എന്റെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ഒരിക്കലും ഇനിയൊരു കുട്ടിക്ക് കൊടുക്കണമെന്ന് പറയത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ വാവയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരിക്കലും ഞാൻ പറയത്തില്ല ഇനിയൊരു കുട്ടിക്ക് അത് ചെയ്യണമെന്ന്. അപ്പൊ അതുകൊണ്ട് പിള്ളേരുടെ കാര്യം എപ്പോഴും നമ്മള് എന്താ പറയാ, ഒരു 2-3 ഒപ്പീനിയൻ എടുക്കണം. ഇത് സിവിയർ ആയിട്ട് എക്സിമ ഉള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കറക്റ്റായിട്ട് ചോദിക്കണം. പിന്നെ ഉള്ളത് ഫുഡിന്റെ കാര്യം. ഡേഞ്ചർ, ദിസ് ഇസ് ഡേഞ്ചർ. വേറെ തരാം അമ്മയ്ക്ക് വാവയ്ക്ക് ഇത് ഡേഞ്ചർ. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ സിവിയർ ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ഡോക്ടർ എന്താണ് പറയണമെന്ന് നോക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഇത് ട്രൈ ചെയ്തപ്പോ വാവയ്ക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആയി. നല്ല ക്ലിയർ ആയി വാവയുടെ സ്കിന്ന്. കാരണം വാവയുടെ ദേഹത്ത് നല്ല പാടുണ്ടായിരുന്നു. പുതിയ വാച്ച് ഉണ്ട് വാവയ്ക്ക്, പുതിയ വാച്ച് കൊള്ളാമോ ചോദിക്കണേ. കൊള്ളാമോ ചോദിക്കും എല്ലാവർക്കും. കൊള്ളാമോ ചോദിക്കോ? കൊള്ളാവോ?
അടിപൊളിയാണല്ലോ വാവേ. സമയം നമുക്ക് അറിയോ? ടൈം എത്രയായി? വാവയുടെ വാച്ചിൽ എത്ര മണിയായി? 7:15 വാവേ. അവിടെ കാലിന്റെ അടയാളം അവിടെ ഇവിടെയൊക്കെ നല്ല അടയാളം ഉണ്ടായിരുന്നു. ആക്ച്വലി അതൊക്കെ പോയി. ഇതിപ്പോ എങ്ങോട്ടും പോയത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ എന്ന് വെച്ചാ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അത് ഭയങ്കര ഇതായിരുന്നു. ഇവിടെ ഉണ്ടോ ഇപ്പൊ? ഇവിടെയൊക്കെ ഭയങ്കര അടയാളമായിരുന്നു. ഇവിടെയൊക്കെ ഭയങ്കര കൂടുതലും ജോയിന്റ്സിലായിരുന്നു. ഇടയിലൊക്കെ എപ്പോഴും വരും. പിന്നെ ഉള്ളതെന്ന് വെച്ചാ ചൂട് നിൽക്കുമ്പോഴും ഇങ്ങനെ പിള്ളേർക്ക് വരുമെന്നുണ്ട്. ചൂട് സമയത്തൊക്കെ കൂടുതൽ കുട്ടികൾക്ക് വരും. അപ്പൊ ഈ ചുവന്ന് വരുമ്പോ തന്നെ നിങ്ങൾ അവിടെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം ക്രീം. എനിക്ക് നാട്ടില് എന്ത് ക്രീമാണ് ഡോക്ടേഴ്സ് കൊടുക്കണമെന്ന് അറിയില്ല. കാരണം എലിക്ക നാട്ടിൽ കിട്ടത്തില്ല. പിന്നെ ഉള്ളത് ഈ എണ്ണയാണെങ്കിലും ഇത് ഈ എണ്ണ ഇട്ട് അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇട്ട് ഒരു 10 മിനിറ്റ് മസാജ് ചെയ്ത് അങ്ങനെ നിർത്തിയിട്ട് അങ്ങ് കൊടുക്കും. കൊള്ളാവോ? ഇരിക്കണോ? ഗൈസ്, നമ്മുടെ ചട്ടി ഇത് ചൂടായി. ഇതില് വെള്ളത്തിന്റെ ഇതൊന്നും ഉണ്ടാവരുതേ. അപ്പൊ ഞാൻ എന്നിട്ട് ഇതിൽ തന്നെ ഈ എണ്ണ വീണ്ടും ഒഴിച്ചു വെക്കും. അത് കളയണം. മുടി ഒതുക്കി വെക്കുവാ. മുടി വാവയുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് മേണ്ട. മേണ്ട എന്ത് വന്നാലും വാവ പറയും മേണ്ട. നോ വാവേ, ഡോണ്ട് ഡു ദാറ്റ്. നോ, അത് ഗമ്മാണ്. ഗമ്മ്. രണ്ടാമത്തെ വേർഡ് ഇതെന്താ? എന്ത് കണ്ടാലും ഇതെന്താ? ഞാൻ ആരാണ് നീ? എന്നിട്ട് നമുക്ക് ഈ സാധനം ഇട്ട് കൊടുക്കാം. ഏത് സാധനം? ക്യാരറ്റും മഞ്ഞളും. എനിക്കൊന്നും ഇങ്ങനെ തിളപ്പിക്കണ്ടെന്ന് തോന്നുന്നു. അത് ചെറിയ ചൂടാവുമ്പോഴേ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് വേവിക്കാം. ഇതിങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. ക്ലോസ് ചെയ്യോ? കറക്റ്റ് ആയിട്ട് പൊളിക്കാൻ നോക്കുവാണ്. നടന്നില്ല. തിരിച്ചു വെച്ച് തോറ്റ് പിന്മാറി. അടുത്ത പഴയെടുത്ത്. എന്തോ അതെ ചിക്കനാ? ബനാന വന്നില്ലേ? ചിക്കൻ ബനാന പാട്ട്. സക്സസ്. ഗൈസ്, അപ്പോ ആ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വയറ് നിറയ്ക്കാം. അപ്പൊ ഇന്നലത്തെ ബീഫ് കറിയും ഒഴിച്ചറിയും ചോറൊക്കെ ഇരിപ്പുണ്ട്. വാവേ, നമുക്ക് കഴിക്കണ്ടേ? ബീഫ് കഴിക്കണ്ടേ? വേണ്ട, വാവയുടെ പഴം കഴിക്കാൻ പോവാം. അപ്പോ എടുത്ത് ചൂടാക്കാം ഫുഡ്. വാവയുടെ പഴം കഴിച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തൊലിച്ച് വെച്ചിട്ട് സൂപ്പറായിട്ട് കഴിച്ചോണ്ടിരിക്കും അല്ലേ വാവേ? ചിക്കൻ കൊച്ചിന് വിശന്ന് പാവം. കഴിച്ചത് എന്താ വിശപ്പ് വന്നപ്പോ ഒരു ശല്യം ഇല്ലാതെ പഴയെടുത്ത് കഴിച്ചിട്ട് അവിടെ ഇറങ്ങിയിരിക്കുകയാണ് വാവ അല്ലേ വാവേ? ഇത് മൊത്തം വേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇച്ചി പോലെ കഴിക്കുമോ? താങ്ക് യു. പറയുമ്പോ എന്തോ പറയും? ബാബ താങ്ക് യു പറഞ്ഞ എന്ത് പറയും? ഇപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കണം, ഒന്നും പറയാൻ സൗകര്യമില്ല അല്ലേ വാവേ? കാലം നീട്ടി വെച്ചിരുന്ന് കഴിക്കണം. അവിടെ ഇരുന്നോ. താങ്ക് യു. ബാവയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എല്ലായിടത്തും. ബാവയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എല്ലായിടത്തും.
ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് പ്ലീസ്. എണ്ണ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗണിഷ് ആയിട്ടുണ്ട്, പക്ഷെ നല്ല രീതിയിൽ കറുത്ത് വരണം. ക്യാരറ്റും ഇതെല്ലാം നല്ല കറക്കണം. കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. വരട്ടി ബീഫ്, ഒഴിച്ചെറിയും, ബീട്രൂട്ട് തോരനും എല്ലാം ഉണ്ട്. ഒരാളെ റെഡി ആയിരിക്കുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട് ഭാവിക്കല്ലേ. നല്ല ചോറും വരട്ടി ബീഫും ഒഴിച്ചെറിയും ബീട്രൂട്ടും മാങ്ങാച്ചാറും. ടേസ്റ്റി ഡീറ്റെയിൽസിന്റെ മാങ്ങാച്ചാറും ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പറാണല്ലേ. ഒരാള് ഫുഡ് കഴിച്ചതാ ഉറക്കമായി. നല്ല ഉറക്കം. നമുക്ക് എണ്ണ എന്തായാലും നോക്കാം. കരിഞ്ഞല്ല ക്യാരറ്റൊക്കെ. ഈ ഒരു ഇതിലൊക്കെ ഞാനിപ്പം അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് തണുത്തിട്ടല്ലേ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. സോ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എടുത്ത് നമുക്ക് ഇപ്പുറത്തേക്ക് വെക്കാം. അത് ചൂടാണ്. സോ ഈ ഒരു പരുവാണ്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ എണ്ണ, കാരണം ഞാൻ ഇതിനു മുന്നേ അങ്ങനെ എണ്ണ ഉണ്ടാക്കി ഒരു എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെയല്ല. വാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഇത് ഞാൻ 3ാമത്തെ വട്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 വട്ടം ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഉള്ളത് പിന്നെ എന്താണ്, വേറെ എന്തോ പറയാനൊന്നാണ് കേട്ടോ. ഇനി വാവയുടെ ക്രീം ഞാൻ ആഡ് ചെയ്യാം. നമുക്ക് എന്തോന്നു പിന്നെ ഇങ്ങനെ പറയല്ലേ. പൊന്നുമാണ് കേട്ടോ ഇവിടുത്തെ പാത്രം കഴുകണ എക്സ്പേർട്ട്. എനിക്ക് പാത്രം കഴുകാതെ പാത്രം കഴുകുമ്പോൾ ഒരു അരോചകം. അതാണ്, അത് മാറണം. അത് തന്നെ. അപ്പം ഈ അവിനോന്റെ ക്രീമാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് 4-5 മാസമോ അല്ല, അതിൽ കൂടുതലായി. വാവയുടെ ഒരു 1.5 വയസ്സ് അല്ല 1 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ മേടിച്ചു തുടങ്ങിയാണ് തോന്നുന്നു. ഇത് നാട്ടിലുണ്ടോന്ന് എനിക്കറിയത്തില്ല. കാരണം ഈവൻ ബാറിൽ പോലും ഇത് കിട്ടാനില്ല. ഇല്ല, ഇത് ഇവിടെ നിന്ന് മേടിച്ചിട്ടില്ലല്ലോ നമ്മൾ. ബാറിൽ ഈ ഒരു ക്രീം കിട്ടാനില്ല. ഞാൻ കുറെ സ്ഥലത്ത് ആർക്കെങ്കിലും അഥവാ ഇത് ഇവിടെ കിട്ടണ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇവിടെ ഉള്ള എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഞാനിത് കൊണ്ടുവരുന്നത് ലണ്ടനിൽ നിന്നാണ്. യൂറോപ്പിൽ പോകുമ്പോഴത്തേനും ഇപ്പോൾ ലണ്ടനോ മാഞ്ചസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഞാനിത് രണ്ടിൻ്റെയും ഒരു 2-3 ക്രീം വീതം മേടിച്ചുകൊണ്ട് വരും. ഇത് നമ്മൾ ഇത്രയും നാളെ ഞാൻ യൂസ് ചെയ്ത് എന്താ പറയുക, നമുക്ക് കറക്റ്റ് ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ബോഡി ലോഷൻ അല്ല, ഷവർ ജെൽ. വാവയുടേത് ഹിമാലയയുടെയാണ് ഞാൻ യൂസ് ചെയ്തത്. അത് ഞാൻ സെബാമെഡിൻ്റെ യൂസ് ചെയ്തപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ അവിനോൻ്റെയും ഞാൻ യൂസ് ചെയ്തത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹിമാലയയുടെ മേടിച്ച് ഇരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അത് യൂസ് ചെയ്ത് തീർത്തിട്ട് അടുത്ത മേടിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഹിമാലയയുടെ ബോഡി വാഷ് ഓക്കെയാണ്. ഹിമാലയ തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. മറ്റേ ഹെഡ് ടു ടോ എന്നുള്ളത് അത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ എല്ലാവരും ചോദിച്ചു ഫേസിലും ഏതാണ്. ഫേസിലും ഈ സെയിം ക്രീം തന്നെയാണ്. ഇച്ചിരി ഫേസ് ഇട്ടുള്ളൂ, അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇടാറില്ല. ഇത് മാത്രമാണ്. അച്ഛന്റെ സൗന്ദര്യം അതുപോലെ കൊച്ചിന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ ഗൈസ്, ഇങ്ങനെ പറയുമ്പോഴെങ്കിലും ഒരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ശരിയാണ് പൊന്നു പറഞ്ഞിങ്ങനെ നിർവൃതി അടഞ്ഞോ, അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ എണ്ണ ചൂടൊക്കെ മാറിയതാ. ഈ ഒരു ഇതില് ഇങ്ങനെ എത്തും. എനിക്ക് ഇങ്ങനെ ഒഴിക്കാൻ പേടി. ആകെ ഇച്ചിരി എണ്ണയുള്ളൂ, അതെല്ലാം പോയാലോ ഒന്ന്. നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി. ഈ എണ്ണയാണ് ഞാൻ വാവയ്ക്ക് തേക്കുന്നത്. ഈ എണ്ണ നമ്മൾ തേക്കുമ്പോൾ ഇതിൽ എണ്ണ തേച്ച് തരാം. അതായത് നമുക്ക് ഇങ്ങനെ മഞ്ഞ കളറായിരിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെ തേക്കുമ്പം വാവ ഇപ്പോൾ ഉറക്കമാണ്. ആക്ച്വലി വാവനെ വൈകുന്നേരം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ. ഇങ്ങനെ എണ്ണ വയ്ക്കുമ്പോൾ മഞ്ഞ കളറായിരിക്കും. നിങ്ങൾ നന്നായിട്ട് സോപ്പിട്ട് കഴിഞ്ഞാൽ ഈ മഞ്ഞ അങ്ങ് പോവും. മഞ്ഞ കളർ നിൽക്കത്തൊന്നുമില്ല കേട്ടോ, മഞ്ഞ കളർ പോവും, തന്നെ പോകും. ഒരു വട്ടം നന്നായിട്ട് സോപ്പിട്ട് പിള്ളേരെ കുളിപ്പിച്ചാൽ മതി, അതങ്ങ് പോയിക്കോളും. ഞങ്ങൾ ആയുർവേദവും ഇംഗ്ലീഷ് മെഡിസിനും എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഈ എണ്ണയിലാണ് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത്. പിന്നെ അവിനോൻ്റെ ക്രീമും. അപ്പോൾ ഇപ്പോൾ അവരുടെ സ്കിന്ന് ക്ലിയർ ആയി. പക്ഷെ ഇവിടെ നല്ല ചൂടായത് കൊണ്ട് ഇപ്പോൾ അവിടെ ചെറുതായിട്ട് എക്സിമയുടെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അപ്പം ഈ എക്സിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ സ്കിന്ന് ഡ്രൈ ആകാൻ പാടില്ല.
സ്കിന്ന് ഡ്രൈ ആവുമ്പോഴാണ് ആക്ച്വലി ഇതിങ്ങനെ ഫ്ലർ അപ്പ് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആകാണ്ട് നോക്കണം. പിന്നെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ഉരുക്കണ്ണ അലർജി ആയിട്ടുള്ള കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് ട്രൈ ചെയ്യണ സമയത്ത് കാലിലോ എവിടെയെങ്കിലും ചെറിയൊരു പോർഷനിൽ, അതായത് ഈ ഇതുള്ള പോർഷനിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഒരാഴ്ചയെങ്കിലും ആ സ്ഥലത്ത് മാത്രം ഇട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ബോഡി ഫുള്ള് തേക്കാവൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിലും നമ്മൾ ഈ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളൊരു 20-25 മിനിറ്റ്സ് വരത്തില്ല. അപ്പം നിങ്ങളും നിങ്ങളുടെ ഈ 20-25 മിനിറ്റ് സമയം ചെലവഴിച്ചാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാൻ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് ഞങ്ങൾ കരുതുന്നു. വാവക്കുട്ടൻ ഇതുവരെയും എണീറ്റിട്ടില്ല. എണീറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം വാവേനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. So like, share and subscribe. Bye bye.